ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ നല്ല ഹാപ്പിയാണ്. അതിനെന്താ കാരണം ചോദിച്ചാൽ ഒരേ ഒരു കാരണമുള്ളൂ. ഒന്നാമത് നോക്ക്, എൻ്റെ ഫേസൊക്കെ നല്ല ഡള്ളായിട്ടിരിക്കുന്നു. സോ എന്തെങ്കിലുമൊക്കെ ചെയ്താലോ എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു. അപ്പോഴങ്ങനെ തോന്നിയത് ഫേഷ്യൽ ചെയ്താലോ. പുറത്ത് പോയി ചെയ്യാൻ വേണ്ടി ബഡ്ജറ്റ് കുറച്ച് കുറവാണ്. സോ ഞാൻ ആലോചിച്ചപ്പോഴാണ് ചേച്ചി പറഞ്ഞത് നമ്മൾ മോദിക്കാരൻ്റെ ഒരു ഐറ്റം ഉണ്ട്. അപ്പോൾ ആ ഐറ്റം നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിരിക്കുന്നു ഗൈസ്. അതെ, ഇതാണ് ഐറ്റം. ഇത് ഗോൾഡൻ ഫേഷ്യൽ. ആക്ച്വലി ഇതൊരു തവണ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അഡാർ റിസൾട്ടാണ്. റിസൾട്ട് കിട്ടിയോണ്ടാണ് ഞാനിത് ഇത്ര ഹാപ്പി. സോ ഇത്രയും നല്ല പ്രോഡക്റ്റ് നമുക്ക് നല്ല എഫക്റ്റ് കിട്ടിയോണ്ട് നിങ്ങൾക്കും ഇത് കുറച്ച് ഉപകാരപ്രദമാവുമെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാട്ടിയിരുന്നത്. ഇത് നല്ല നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൽ ഈ ഫേഷ്യലിൻ്റെ കിറ്റിൽ നോക്ക്, എല്ലാവിധ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4 അങ്ങനെ നോക്ക് 6 തരം സ്റ്റെപ്പാണ് അതിലുള്ളത്. സോ ഈ 6 സ്റ്റെപ്പുകൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ചെയ്താൽ നമ്മുടെ ഫേസിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് ഓരോരോ സ്റ്റെപ്പായിട്ടും കാണിച്ചു തരാം കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ യൂസ് ചെയ്യാൻ പോകണം മോദി കെയറിൻ്റെ സ്ലോഗ എന്ന് പറഞ്ഞിട്ടുള്ള ഗോൾഡൻ ഫേഷ്യലാണ്. ഇത് ഓൾ സ്കിൻ ടൈപ്പാണ്, എല്ലാ സ്കിന്നിനും പറ്റിയതാണ്. ഇതിൻ്റെ നല്ല യൂസ്ഫുള്ളാണ്, അതേപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രീ ആണ്. അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ ക്ലെൻസ് ചെയ്യണം. അപ്പം നമ്മുടെ ഫേസ് ക്ലെൻസ് ചെയ്യുക. നമ്മുടെ ഫേസിൽ കുറേ ഡാർക്ക് സ്പോട്ടും അങ്ങനെ കുറേ ഫേസിലൊക്കെ ക്ലിയർ ഇല്ലാതൊക്കെ വരുമല്ലോ. സോ ആ ഭാഗമൊക്കെ നമുക്ക് ഡാർക്ക്, നമ്മുടെ മുഖമൊക്കെ നല്ല ടാനും സൺ ടാനും അങ്ങനെ എല്ലാവിധ ടാനുകളുണ്ടാവും. അപ്പോൾ അതൊക്കെ കളയാൻ നമുക്ക് ആദ്യം ക്ലെൻസർ യൂസ് ചെയ്തിട്ട് മുഖം ഒന്ന് ക്ലെൻസ് ചെയ്ത് തരും, ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഇത് ഓൾ സ്കിൻ ടൈപ്പാണ്, എല്ലാ സ്കിന്നിനും പറ്റും. ഇത് ഗോൾഡൻ. ഓക്കെ, അപ്പം നമ്മളൊന്ന് ഫേസിൽ വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പം നമ്മളെ ഫേസൊക്കെ ക്ലെൻസർ യൂസ് ചെയ്ത് കഴുകി വന്നിട്ടുണ്ട്. ഇപ്പം ഏകദേശം നമ്മളെ ടാനും കാര്യങ്ങളൊക്കെ പോയിണ്ടാവും. സോ ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് 2 സ്റ്റെപ്പ് സ്ക്രബ്. ഇനിയാണ് സ്ക്രബ്. ഇത് നമുക്ക് കുറച്ച് ടൈം എടുക്കും. സോ അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ക്രബാണ്. അപ്പോൾ സ്റ്റെപ്പ് 2. അപ്പോൾ നമ്മൾ സ്ക്രബ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിലെ കുഞ്ഞു കുഞ്ഞു പിമ്പിൾസും അതേപോലെ തന്നെ ഡാർക്ക് സ്പോട്ടും വൈറ്റ് ഹെഡ്സും പിന്നെ ഈ ചില ആൾക്കാരുടെ മൂക്കിൻ്റെ നോസിൻ്റെ അടുത്തും പിന്നെ അതേപോലെ ലിപ്സിൻ്റെ താഴെയും അങ്ങനത്തെ ചില പോർഷനിലൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പിമ്പിൾസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. സോ ആ ഭാഗത്തുള്ള പിമ്പിൾസും അല്ലാതൊക്കെ പോകാൻ വേണ്ടി നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കളയണം. അപ്പോൾ ഇത് ഫിംഗേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്യണം. ഇത് നമ്മുടെ ഇതിൻ്റെ യൂസേജും കാര്യങ്ങളൊക്കെ ഈ പാക്കിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെങ്ങനെ യൂസ് ചെയ്യാമെന്നൊക്കെ ഇതിലുണ്ട്. അപ്പോൾ നമ്മൾ ഫേസിൽ എല്ലായിടത്തേക്കും നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തേക്കും ഈ ചീക്സൊക്കെ ചില ആൾക്കാർക്ക് നല്ലുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ 2 രീതിയിലൊക്കെ നമ്മൾ ചെയ്യുക. പിന്നെ കണ്ണിൻ്റെ അവിടെ അതേപോലെ നോസിൻ്റെ അവിടെ ലിപ്സിൻ്റെ അവിടെ എല്ലായിടത്തും നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഗൈസ്. അതുപോലെ തന്നെ ഒരു 5 to 50 മിനിറ്റ്സ് നമ്മളിത് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മുടെ ലിപ്സിൻ്റെ ഭാഗവും പിന്നെ നോസിൻ്റെ ഭാഗവും അങ്ങനെ പിമ്പിൾസ് ഉള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡാർക്ക് സ്പോട്ടും വൈറ്റ് ഹെഡ്സൊക്കെ ഉള്ള ഭാഗത്തൊക്കെ നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ചിരിക്കും അതിൻ്റെ കാര്യങ്ങൾ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്രീമാണ് യൂസ് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ ക്രീം എങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ മസാജ് ചെയ്തിട്ടാണ് ഈ ക്രീമുകൾ യൂസ് ചെയ്യണത്. ക്രീം ഇതേപോലെ തന്നെ അബ്സോർവ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഫേസിൽ വെക്കുക ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് ക്രീം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫിംഗേഴ്സ് നമ്മുടെ കൈകൾ ഉപയോഗിച്ചിട്ട് ചെയ്യണ ഓരോ മസാജ്. നമ്മുടെ ഫേസിൽ തന്നെ ചില ആൾക്കാർക്ക് ചീക്സിൻ്റെ അവിടെയൊക്കെ ചീക്സൊക്കെ തൂങ്ങില്ല. അപ്പോൾ ചീക്സിൻ്റെ അവിടെ അതേപോലെ നോസ് പിന്നെ ഫോർഹെഡ് അങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലായിടത്തേക്കും തട്ടുന്ന രീതിയിൽ നിന്നാണ് നമ്മളതിൻ്റെ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ ഈ ക്രീം നല്ലൊരു മോയ്സ്ചറൈസറും കൂടിയാണ് ഈ ക്രീം. ഞാൻ മുന്നത് യൂസ് ചെയ്തിട്ടുള്ളതാണ്. നല്ല ഷൈനിങ്ങും പിന്നെ അതുപോലെ തന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയുള്ളതാണ് ഈ ക്രീം യൂസ് ചെയ്തിട്ട്. ഈ ക്രീം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലായിടത്തും നന്നായിട്ട് എല്ലാ ഭാഗത്തും ക്രീം സെറ്റാക്കി എല്ലാ ഭാഗത്തും. പിന്നെ ഞാൻ എൻ്റെ കണ്ണിൻ്റെ അവിടെ കുറച്ച് തേച്ച് മസാജ് ചെയ്ത് കൊടുക്കാനനുസരിച്ചിരിക്കും നമ്മുടെ ഓരോ സ്റ്റെപ്പുകളും. അപ്പോൾ ഒരു 5 to 50 മിനിറ്റ്സ് അത് മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ജെല്ലാണ് ഗൈസ്. അപ്പോൾ ജെല്ല് ഇതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യണത് 10 to 50 മിനിറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ജെല്ല് യൂസ് ചെയ്യാം. ജെല്ലെന്ന് പറയുമ്പോൾ അപ്പോൾ ഫ്രണ്ട്സ് ഇതിൻ്റെ ജെല്ല് ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ജെല്ലെന്ന് പറയുമ്പോൾ ഇത് നന്നായിട്ട് നമ്മുടെ ഫേസിന് നല്ല ഗ്ലോ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ഷൈനിങ്ങും ഒക്കെ തോന്നിക്കാൻ രീതിയിലാണ് ഇതിൻ്റെ ഈ ഒരു ജെല്ല് ടൈപ്പ് വരുന്നത്.
അപ്പോൾ ഗേസ് അപ്പോൾ നമ്മുടെ ഫേസിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മളിത് സെറ്റാക്കി കൊടുക്കുക. പിന്നെ നല്ല മസാജും ചെയ്ത് കൊടുക്കുക. ജലദോഷം ആയതുകൊണ്ട് തീരെ വയ്യ, തുമ്മലൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഒരു 5 to 15 മിനിറ്റ്സ് നമ്മൾ നല്ലതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. നമുക്ക് കൈയൊക്കെ ചിലപ്പോൾ കടയും, പക്ഷെ ഇത് കരിയാക്കണ്ട. അപ്പോൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് അബ്സോർവ് ആയി മനസ്സിലായാൽ ഒരു 15 മിനിറ്റ് ആകുമ്പോഴത്തേന് അബ്സോർവ് ആയി കഴിയും. സോ അങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മുടെ ജെല്ലൊക്കെ ഫേസിൽ സെറ്റായി വന്നാൽ നമ്മൾ നെക്സ്റ്റ് എല്ലായിടത്തും നമ്മൾ നോക്കുക. നല്ല മാറ്റമില്ല ഗൈസ്, എനിക്ക് നല്ല മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അപ്പോൾ ഇത് ലാസ്റ്റ് സ്റ്റെപ്പാണ്, അല്ല സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഇത് മാസ്ക്. ഇതാണ് ഗൈസ് ഇതിലെ മെയിൻ സെക്ഷൻ. എന്ന് വെച്ചാൽ എല്ലാവർക്കും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു സെക്ഷനാണ് ഈ മാസ്ക് എന്ന്. അപ്പോൾ നമുക്ക് നമ്മുടെ മാസ്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഗൈസ്. പിന്നെ ഞാനിതിൻ്റെ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യണുള്ളൂ. നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങളുടെ നെക്കിലും അതേപോലെ ചെവിയിലും എല്ലായിടത്തും കഴുത്തിനും ചെവിയിലൊക്കെ അപ്ലൈ ചെയ്തു. ഞാനിതിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ 3 ആൾക്കാർ ഇതിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യണത്. ഇത് വെറും 250 റുപ്പീസ് ഉള്ളൂ ഗൈസ്. 250 രൂപയ്ക്ക് ഒരു ഫേഷ്യൽ, അതും 3 പേർക്കും. നിങ്ങൾക്കത് സ്വപ്നങ്ങളിൽ മാത്രം. സോ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ നിങ്ങളിതിൻ്റെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടും. അപ്പോൾ ഞാൻ നിങ്ങൾക്കത് ഇതിനെക്കുറിച്ചുള്ള കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യം പറഞ്ഞുതരാം. പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഫേസിന് ഒരുപാട് ബ്രൈറ്റ്നസ്സും അതേപോലെ തന്നെ നല്ല മോയ്സ്ചറൈസറും സോഫ്റ്റ്നെസ്സും ഒക്കെ കിട്ടുന്നുണ്ട്. എനിക്ക് ഈ പ്രോഡക്റ്റ് നല്ല ഇഷ്ടമായി. നിങ്ങളിതൊരു തവണയിൽ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് പിന്നെ ആഴ്ചയല്ല അടുപ്പോൾ ഈ മാസത്തിലൊരിക്കലെങ്കിൽ നിങ്ങളൊക്കെ ഈ ഫേഷ്യൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പുറത്ത് പോയി ചെയ്യുമ്പോൾ ഒരുപാട് ക്യാഷ് എടുത്ത് ചെയ്യണ്ടേ. നമുക്കത് അതിനേക്കാളും റേറ്റ് കുറവിനും അത്രയും, പിന്നെ റേറ്റ് കുറവാണെന്ന് വെച്ചിട്ട് ബഡ്ജറ്റ് ഫ്രീ ആണെന്ന് വെച്ചിട്ട് ഇതിൻ്റെ ഈ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിക്ക് ഒരു കുഴപ്പമില്ല. നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റാണിത്. ഗെയ്സ് നല്ല മാറ്റമുണ്ട് ഗെയ്സ്. ഞാനിപ്പോൾ മുഖം ബ്രഷ് ചെയ്ത് വന്നപ്പോൾ നമ്മളെ ഫേസിൽ ടാനും കാര്യങ്ങളൊക്കെ പോയി നല്ല ക്ലീൻ ആയിരിക്കുന്നു. സോ ഞാൻ നല്ല ഹാപ്പിയാണ്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് സെറാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഗെയ്സ് ഇതാണ് ഗേസ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പായ സെറം. അപ്പം നമ്മുടെ സെറം നമുക്ക് പൊട്ടിക്കാം. അപ്പോൾ സെറം കൂട്ടി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പം നമ്മുടെ ഫേസിൽ നമ്മുടെ സെറം കൂട്ടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മുടെ ഈ പാക്കിൻ്റെ ബാക്ക് സൈഡിൽ ഇതിൻ്റെ യൂസേജും കാര്യങ്ങളൊക്കെ കാട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പം 2 to 3 മിനിറ്റ്സ് നമ്മളിത് നമ്മുടെ ഫേസിൽ അബ്സോർവ് ചെയ്യാൻ വെക്കേണ്ടതാണ്. ഫിനിഷ് ഒന്ന് ഇതിന് ഒതുങ്ങിയാൽ മതി ഗൈസ്. അപ്പം കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് വെളുത്ത് പാറെന്ന് പറയുന്നില്ല, ബട്ട് നമ്മുടെ ഫേസിലുള്ള സൺ ടാനും ഡാർക്ക് സ്പോട്ടും നമുക്ക് ഒന്ന് മാറി. പിന്നെ അതുപോലെ ഗ്ലോ, ഒന്ന് ഷൈനിങ് നിങ്ങൾക്ക് തന്നെ അതിൻ്റെ എന്താണ് കാണാൻ പറ്റുന്ന ഞാൻ വിശ്വസിക്കുന്നു ഗൈസ്. അത് നമുക്ക് സ്റ്റെപ്പ് സെറം പോയി ഗൈസ്. അയ്യോ ഗൈസ് കയ്യിലോട്ട് വലിച്ചിറങ്ങി ഗാങ്സ്. അപ്പോൾ നമുക്ക് എല്ലായിടത്തും എന്തെങ്കിലും നല്ല സൂസിയും തേച്ച് കൊടുക്കണുണ്ട്. ഇവിടെ 4-5 ആൾക്കാർ തേച്ചിരുന്നു. സെറം ആയതുകൊണ്ട് 2 ആൾക്കാർ ചേക്കുന്നുണ്ട്. ഇതാ എൻ്റെ കയ്യിലെടുത്ത സെറം കുടുതിയുണ്ട്. സൂസി മുഖം കാണിക്കും സൂസി. അപ്പം സൂസിൻ്റെ മുഖത്ത് ഞാൻ തേച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾ 3-4 ആൾക്കാർ തേച്ചതാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് സെറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ എല്ലാവരും മുഖം കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞാനും സൂസി. ബൈ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, നിങ്ങൾക്കത് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഗൈസ്. നിങ്ങൾക്ക് അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഇതൊക്കെ തേച്ച് സെറ്റ് ആയി കിട്ടുന്നില്ല. ബൈ, ഗുഡ് നൈറ്റ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ലവ് യു.